ആത്മാവ് നിന്നോട് സംസാരിക്കുന്നു. നീ കണ്ടിട്ടില്ലാത്തവനെ നിന്റെ വിടുതലിനായി ദൈവം ഒരുക്കും. ഇതാരോടുള്ള ദൂതാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിനക്കൊരു പരിചയവും കാണുകയില്ല, നിനക്കൊരു ബന്ധവും കാണുകയില്ല. പക്ഷേ നിനക്ക് ബന്ധമില്ലാത്ത ചിലർ നിന്നെ തേടി വരികയാണ്. നിനക്ക് പരിചയമില്ലാത്ത ചിലർ നിന്നെ തേടി വരികയാണ്. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ഹല്ലേലൂയ, Hallelujah. Oh Jesus, I am prophesying over you. Amen. ചെറിയുടെ തലയിൽ ടോം ചുറ്റുകൊണ്ട് ടോമിന്റെ ദേഷ്യം തീർക്കാം. Oh Jesus, I am prophesying over you. Amen. എത്രയോ യഹൂദന്മാർ ആ രാജ്യത്തിലുണ്ട്, എത്രയോ പ്രമാണികൾ ആ പട്ടണത്തിലുണ്ട്. ഒരു യഹൂദന്റെയും അകത്ത് വെളിപ്പെടാത്ത ദർശനവും, ഒരു യഹൂദന്റെയും അകത്ത് വരാത്ത ആത്മഭാരവും ഇരുന്ന ഒരുത്തന്റെ അകത്ത് ഈ സഭയിലെ കുടുംബങ്ങൾ എഴുതി വെച്ചോ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ എഴുതി വെച്ചോ, നീ പ്രതീക്ഷിക്കാത്ത വഴികൾ എന്റെ ദൈവം നിന്റെ മുമ്പിൽ തുറന്നിരിക്കും. യേശുവിൻ നാമത്തിൽ നീ പ്രതീക്ഷിക്കാത്ത വഴികൾ, നീ പ്രതീക്ഷിക്കാത്ത വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ തുറന്നിരിക്കും. ഇവരെ കരുതാൻ, സഭയെ കരുതാൻ, ഇവരുടെ കുടുംബത്തിനായി, ഇവരുടെ തലമുറയ്ക്കായി മറ്റു ചിലരുടെ അകത്ത് ആത്മഭാരം കൊടുത്തു, മറ്റു ചിലരുടെ അകത്ത് പേടൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ കണ്ടിട്ടില്ലാത്ത ചിലതിനെ മറുഭാഗത്ത് ദൈവം ഒരുക്കുകയാണ്. ജെറുസലേമിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ദിവസമല്ല, 2 ദിവസമല്ല, വെറും പ്രാർത്ഥനയല്ല, കരഞ്ഞ് പ്രാർത്ഥിക്കാൻ, ഇരുന്ന് പ്രാർത്ഥിക്കാൻ. ഇരുന്ന് കരഞ്ഞെന്നല്ലേ, ഇരുന്ന് പ്രാർത്ഥിക്കാൻ, കരഞ്ഞു പ്രാർത്ഥിക്കാൻ, കുറെ നാൾ പ്രാർത്ഥിക്കാൻ, ആത്മഭാരം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ. ആ രാജ്യം കണ്ടിട്ടില്ലാത്ത ഒരുത്തന്റെ അകത്ത് മറ്റൊരു സ്ഥലത്ത് സ്വർഗം ആത്മഭാരമിട്ടെങ്കിൽ നീ കണ്ടിട്ടില്ലാത്ത വഴികളിലൂടെ, നീ ചിന്തിച്ചിട്ടില്ലാത്ത റൂട്ടുകളിലൂടെ നിന്റെ വിടുതലിനായി, സഭയുടെ വിടുതലിനായി, നിന്റെ ശുശ്രൂഷയ്ക്കായി ദൈവത്തിന്റെ കരം ചലിക്കുന്നു എന്ന് ആത്മാവ് ആലോചന അറിയിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ച് സ്വീകരിക്കുന്നു. ദൈവം എടുക്കുന്ന റൂട്ടുകൾ, ദൈവം എടുക്കുന്ന വഴികൾ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത വഴികളാണ്. ജെറുസലേമിന്റെ വാതിലുകൾ ശത്രു തകർത്തപ്പോഴും, അതിന്റെ ജനാലകളും ഉടച്ചു കളഞ്ഞപ്പോഴും, അതിന്റെ കിളിവാതിലുകളെ നശിപ്പിക്കുമ്പോഴും, പട്ടണത്തിൽ ശത്രു അഴിഞ്ഞാടുമ്പോഴും, യഹൂദന്മാർ പലരും എന്ത് ചെയ്യണമെന്നറിയാതെ ഓടി ഒളിക്കുമ്പം, അരമനകളിൽ അധികാരമുള്ള ഒരു മനുഷ്യന്റെ അകത്ത് ആത്മഭാരത്തെ കൊടുത്ത് ആ പട്ടണത്തിന് വേണ്ടി ഇരിക്കാൻ, ഇരുന്ന് പ്രാർത്ഥിക്കാൻ, കരയാൻ, ഉപവസിക്കാൻ ഒരുത്തനെ തമ്പുരാൻ എഴുന്നേൽപ്പിച്ചെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികളെ ഞാനും നീയും അറിഞ്ഞിട്ടില്ലാത്ത വഴികളിലൂടെ തമ്പുരാൻ നടത്തിയെടുക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി നെഹമ്യാവെന്ന എസ്രാ നെഹമ്യ, ഇവർ രണ്ടുപേരുടെയും കൂടെ സംഭാവനയാണ് ഈ പുസ്തകം. സമകാലികരാണിവർ, എസ്രാ നെഹമ്യ. ഈ എസ്രായിക്കും നെഹമ്യായിക്കും 200 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനാണ് ഇരമ്യാവ്. ഇരമ്യാവ് ഒരു പ്രൊഫസി എന്ന് വെച്ചാൽ അന്ന് ആ പ്രവാചകൻ പ്രവചിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദമായി, ദൈവത്തിന്റെ വായായിട്ടാണ് നിൽക്കുന്നത്.
ഇസ്രായേലിനെ നോക്കി നെഹമ്യാവിന് 200 വർഷം മുമ്പ് ഒരു വാക്ക് റിലീസായി കിടക്കുക. പിടിയിടുന്നോ? ഒരു വാക്ക് ആ പട്ടണത്തിൽ റിലീസായി കിടക്കുക. എന്തായിരുന്നെന്ന് അറിയാതെ ജെരമ്യായുടെ പ്രവചന പുസ്തകം 15-ാം അധ്യായം അതിന്റെ 5-6 വാക്യത്തിൽ കിടപ്പുണ്ട്. യെരൂശലേമേ, ആർക്ക് നിന്നോട് കനിവ് തോന്നുന്നു? ആര് നിന്നോട് സഹതാപം കാണിക്കും? നിന്റെ ക്ഷേമം ചോദിക്കാൻ ആര് കയറി വരും? നീ എന്നെ ഉപേക്ഷിച്ച് പിൻവാങ്ങിയിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈ നീട്ടി നിന്നെ നശിപ്പിക്കും. ഞാൻ നിന്നോട് കരുണ കാണിച്ച് മടുത്തിരിക്കുന്നു. 7-ാം വാക്യത്തിൽ ദേശത്തിന്റെ പടിവാതിലുകളിൽ ഞാൻ അവരെ വീശുമുറം കൊണ്ട് വീശിക്കളഞ്ഞു. ഞാൻ എൻ്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കി നശിപ്പിച്ചു. എങ്കിലും അവർ തങ്ങളുടെ വഴികളെ തിരിഞ്ഞില്ല. 5-ാം വാക്യം ഒന്നും കൂടെ നോക്കാം. നിന്നോട് ആർക്ക് കനിവ് തോന്നും? യെരൂശലേമേ, നിന്നോട് ആര് സഹതാപം കാണിക്കും? നിന്റെ ക്ഷേമം ചോദിക്കാൻ ഇനി ആര് വരും? 6-ാം വാക്യത്തിൽ പറയുന്നു, നീ എന്നെ ഉപേക്ഷിച്ച് പിൻവാങ്ങിയതിനാൽ എൻ്റെ കൈ നിന്റെ നേരെ നീട്ടി നിന്നെ നശിപ്പിക്കും. ഇനി നിന്നോട് ഞാൻ കരുണ കാണിക്കില്ല, കരുണ കാണിച്ച് മടുത്തു. ഇങ്ങനൊരു പ്രവചനം ദൈവത്തിൽ നിന്ന് റിലീസായി കിടക്കുകയാണ്. എവിടെ? യെരൂശലേമിൽ, ആ പട്ടണത്തിൽ. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവർ അനുഭവിക്കുകയാണ്. അതിൻ്റെ എല്ലാ ദുഃഖങ്ങളിലൂടെ അവർ കടന്നു പോവുകയാണ്. അതിൻ്റെ എല്ലാ പീഡകളും വിവിധ നിലകളിൽ അവർ അനുഭവിക്കുകയാണ്. ഇങ്ങനെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇനി നിന്നോട് ആരും കരുണ കാണിക്കില്ല, നിന്നോടാർക്കും സഹതാപം തോന്നില്ല, നിന്നോടാർക്കും കനിവുണ്ടാകില്ല എന്ന് വിധി എഴുതി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരുത്തൻ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയാൻ, ഒരുത്തൻ ഇടിവിൽ നിൽക്കാൻ, ഒരുത്തൻ പ്രാർത്ഥിക്കാൻ, ഉപവസിക്കാൻ തയ്യാറാകുന്നത്. ഞാനൊരു സത്യം വിളിച്ചു പറയാം. ഭവനത്തിനകത്തോ സഭയ്ക്കകത്തോ ആത്മഭാരത്തോടെ ചങ്ക് തകർന്ന് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തമ്പുരാൻ വെച്ച പല വിധികളും മാറി മാറി. A little hello and a how do you do, and in that moment it's Hallelujah. വിശ്വസിക്കുന്നു? നിന്റെ മേളിൽ കുടുംബ പശ്ചാത്തലത്തോടുള്ള ബന്ധത്തിൽ പാരമ്പര്യമായി നിൽക്കുന്ന ശാപങ്ങളും അതിന്റെ തകർച്ചകളും ഇനി അതിനകത്തൊരു നന്മ ഉണ്ടാകില്ല എന്ന സകല കൈയെഴുത്തുകളും ഉടച്ചു കളഞ്ഞ് അതിനെ തകിടം മറിച്ച് അതിന്റെ മുകളിൽ ഒരു പുതിയ വിധിയെ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. My God, this is very important. ഇനി നിന്നെ സഹായിക്കാൻ ആരും വരില്ല ജെറുസലേമേ. ഇനി നിന്നോട് ആർക്കും കരുണ തോന്നില്ല ജെറുസലേമേ. ദൈവവും നിന്നെ കൈവിട്ടു ജെറുസലേമേ എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ വർഷങ്ങൾ 200 പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ആ പട്ടണത്തെ കുറിച്ച് പദ്ധതിയുള്ള ദൈവം സമയം വന്നപ്പോൾ, എല്ലാവരും ആ വാക്കെന്ന് പറഞ്ഞേ, സമയം വന്നപ്പോൾ, തമ്പുരാന്റെ കൃത്യമായ സമയം വന്നപ്പോൾ, എവിടോ ഇരുന്ന ഒരു നെഹമ്യായുടെ അകത്ത് തമ്പുരാൻ ആത്മഭാരത്തെ കൊടുത്ത്, നിനക്ക് വിശ്വസിക്കാവോ? ഒരു പക്ഷേ നീ നന്നാകുകയില്ല എന്നും നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടുകയില്ലെന്നും നിനക്ക് വിരോധമായി പലരും പ്രാർത്ഥിക്കുന്നുണ്ടാകാം. നിനക്കെതിരെ ആഭിചാരങ്ങൾ ചെയ്തവരും നിന്റെ കുടുംബം ഗതി പിടിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നവരും കാണാം. തമ്പുരാൻ ഇതിനെയെല്ലാം പൊളിക്കും. തമ്പുരാൻ ചില വിധികളെ തിരുത്തും. ആത്മശക്തി അനുഭവിക്കുക. തമ്പുരാൻ ചില വിധികളെ തിരുത്തും. കുറേ നാൾ ഞാൻ പ്രാർത്ഥിച്ചു. കുറേ നാൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥനാ വിഷയത്തിൽ മാറ്റമില്ല, അകത്ത് കയറിയ ദർശനത്തിൽ മാറ്റമില്ല, ലക്ഷ്യത്തിൽ മാറ്റമില്ല. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നല്ല, കിട്ടും. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? കരച്ചിലിന്റെ ലക്ഷ്യം. ചിരിക്കുന്ന എല്ലാവർക്കും ലക്ഷ്യമുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാ ലക്ഷ്യത്തിന് അവൻ ചിരിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ കരഞ്ഞവനെല്ലാം ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി കരഞ്ഞവരുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ചിലത് ദൈവം പണിയിപ്പിക്കും. തിരുവെഴുത്തുകളിൽ കരഞ്ഞ, ദൈവസന്നിധിയിൽ കരഞ്ഞ എല്ലാവർക്കും ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. ആ സഹോദരിയുടെ പേരാണ് ഹന്ന. പള്ളിക്കകത്തിരുന്ന് കരഞ്ഞതിന്